നിങ്ങൾ കണ്ണു തുറന്നു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആള് പൃഥ്വിരാജ് സുകുമാരനായിരിക്കും. ഓൺ ദ കൗണ്ട് ഓഫ് 3. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഒരാളെ കാണും. ഹീസ് വെയറിംഗ് എ റെഡ് ടീഷർട്ട്. ഹിസ് നെയിം ഈസ് ജിഷ്ണു. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഹീസ് എ വെരി ബാഡ് പേഴ്സൺ. ഹീസ് എ വെരി ബാഡ് പേഴ്സൺ. ഇത്രയും വൃത്തിയിട്ട ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ആൾ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ പോലും കുടിക്കരുത്. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്, ജസ്റ്റ് നോട്ട് യുവർ ഹെഡ് റൈറ്റ് നൗ. ദാറ്റ്സ് റൈറ്റ്, ദാറ്റ്സ് റൈറ്റ്, ദാറ്റ്സ് റൈറ്റ്. വെള്ളം കുടിച്ചോ, വെള്ളം കുടിച്ചോ. അങ്ങനെ പറയില്ല, വെള്ളം കുടിക്കണം. ഇനി നമുക്കിത് റിവേഴ്സ് ചെയ്താലോ? ചാവറമാട്രിമണി.com മീറ്റ് ദ മാസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചാവറമാട്രിമണി.com. നമുക്കപ്പം കുറച്ച് പെർഫോമൻസിലേക്ക് പോയാലോ? പെർഫോമൻസിലേക്ക് പോകാം. അപ്പം നമുക്ക് ചെറിയൊരു ഡെമോ കണ്ടാലോ? റെഡിയാണോ? ഒരു ഭയങ്കര സ്നേഹം തോന്നുന്നല്ലേ? ഓക്കെ. ഞാൻ തൊടുന്ന വ്യക്തി, നമ്മൾ പെർസെപ്ഷനെ കുറിച്ച് പേരെന്തായിരുന്നു ബ്രോ? ട്രാൻസിലാണോ? ഹലോ, പേരെന്തായിരുന്നു? ജിഷ്ണു. ജിഷ്ണു ചോദിച്ചില്ലേ പെർസെപ്ഷൻ. നമുക്ക് പെർസെപ്ഷൻ ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ജിഷ്ണു ഒന്ന് സ്റ്റേജിലേക്ക് വരൂ. ഒരു മൈക്ക് കൂടെ എടുത്തോ. ഇതൊക്കെ നമ്മൾ ഒരു സജഷൻസ് കൊടുത്തു നോക്കുന്ന കേട്ടോ. ഇത് അവരെ എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ടറിയാം. ജിഷ്ണു സൈഡിൽ നിന്നോ. ഞാൻ തൊടുന്ന വ്യക്തി, ഒൺലി ദ പേഴ്സൺ ഐ ടച്ച്. ഈ സജഷൻ അയാൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നിങ്ങൾ ഒരാളെ കാണും. ഹീസ് വെയറിംഗ് എ റെഡ് ടീഷർട്ട്. ഹിസ് നെയിം ഈസ് ജിഷ്ണു. ഇന്നിവിടെ ആങ്കറിങ്ങിനിടയ്ക്ക് വന്ന് നല്ല കോമഡിയൊക്കെ അടിച്ച് നടന്ന ആളാണ്. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഹീസ് എ വെരി ബാഡ് പേഴ്സൺ. ഹീസ് എ വെരി ബാഡ് പേഴ്സൺ. ഇത്രയും വൃത്തിയിട്ട ഒരാളെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. പെണ്ണുങ്ങളെ ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാത്ത, പെണ്ണുങ്ങളോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആളെ ആയിരിക്കും നിങ്ങൾ കാണുക. അതുകൊണ്ട് ആ ആൾ വന്ന് സംസാരിച്ചാൽ നിങ്ങൾ ആളെ മൈൻഡേ ചെയ്യരുത്, ആളുടെ അടുത്തേ പോകരുത്. അയാൾ പോകുമ്പോൾ റിയാക്ട് ചെയ്തോണം. പക്ഷേ ഫിസിക്കലി യു വിൽ നോട്ട് ഡു എനിത്തിങ് ഫിസിക്കലി, ബട്ട് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് അല്ല അത്. നിങ്ങൾ അയാളുടെ അടുത്ത് പോകരുത്. അയാൾ ഏറ്റവും ലോകത്തിൽ കണ്ടേക്കുന്ന ഏറ്റവും കാണാൻ കൊള്ളാത്തവനും ഏറ്റവും അഴുക്കായിട്ടുള്ള വ്യക്തിയുമാണ്. ആ ആള് നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ കാണും കേട്ടോ. പക്ഷേ ആ ആളുടെ അടുത്ത് സംസാരിക്കരുത്. ഓക്കെ. ആൾ ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ പോലും കുടിക്കരുത്. ഇനി അയാൾ എനിക്കാണ് വെള്ളം ഓഫർ ചെയ്തെങ്കിൽ എന്നോട് പറയണം കുടിക്കരുത്. ഹീസ് എ വെരി ബാഡ് പേഴ്സൺ. ഹീസ് എ വെരി ബാഡ് പേഴ്സൺ. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്, ജസ്റ്റ് നോട്ട് യുവർ ഹെഡ് റൈറ്റ് നൗ. ജസ്റ്റ് നോട്ട് യുവർ ഹെഡ്. ദാറ്റ്സ് റൈറ്റ്, ദാറ്റ്സ് റൈറ്റ്, ദാറ്റ്സ് റൈറ്റ്. നമുക്ക് നോക്കാം അല്ലേ? ഒൺലി ദ പേഴ്സൺ ഐ ടച്ച്. റിലാക്സ്, റിലാക്സ്. സ്ലീപ്, 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 സ്ലീപ്. നിങ്ങളൊക്കെ സ്ലീപ്പ് കേട്ടോ. സ്ലീപ്, 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 സ്ലീപ്. ഒൺലി ദ പേഴ്സൺ ഐ ടച്ച്. ഒൺലി ദ പേഴ്സൺ ഐ ടച്ച് വിൽ ഗെറ്റ് അപ്പ് ആൻഡ് റിലാക്സ്. പക്ഷെ റെഡ് ടീഷർട്ട് ഇട്ട ജിഷ്ണു എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനോട് മിണ്ടരുത്. ജിഷ്ണു അഴുക്കാണ്. പ്ലീസ്, ഇറ്റ്സ് ഫോർ യുവർ സേഫ്റ്റി. ഓൺ ദ കൗണ്ട് ഓഫ് 3, only the person I am touching, open your eyes. 1, 2 and 3, open your eyes. ഹായ്, ഹലോ. അല്ല, ഒരു മിനിറ്റ്. എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമോ ട്രാൻസ്? അതെ, സ്റ്റേജ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്രാൻസ് സ്റ്റേജ്. ഹലോ, ഈ സ്റ്റേജ് എങ്ങനെ ഉണ്ടായിരുന്നു? പേടിക്കണ്ട. ഓക്കെ, ഞാൻ ചോദിച്ചോളാം. ഒരു ഇവിടെ നിന്നോ. ഇവിടെ. ഓക്കെ. പേരെന്താന്നാ പറഞ്ഞേ? സ്ട്രെയിറ്റ് ആയിട്ടിരുന്നോ. ആ, പേരെന്താ? അനാമിക. എങ്ങനെ ഉണ്ടായിരുന്നു ട്രാൻസ്? എൻജോയ് ചെയ്തേ? പൊളിച്ചില്ലേ? അനാമിക എങ്ങനെ പൊതുവെ എല്ലാവരും ഫ്രണ്ട്ലി ആയിട്ട് ആവുന്ന ഒരാളാണോ? അതെ അല്ലേ? ഇദ്ദേഹത്തിന് അറിയോ? പുള്ളി പരിചയപ്പെടണമെന്ന് തോന്നുന്നു. പരിചയപ്പെടണോ ഇയാളെ? ആ, എന്താ? ഓക്കെ, ഒന്ന് മാറിയുന്നേ. എന്നോട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഷേക്കാൻ തരാമോ? കമ്പനിയല്ലേ? റിലാക്സ്ഡ് അല്ലേ? ഓക്കെ. ദാഹിക്കുന്നുണ്ട് ചെറുതായിട്ട്. വെള്ളം വേണോ? തരട്ടെ? വെള്ളം കൊടുക്കൂ. വെള്ളം കുടിച്ചോ. അങ്ങനെ പറയില്ല, വെള്ളം കുടിക്കണം. വെള്ളം അത്യാവശ്യമാണ്. വെള്ളം കുടിച്ചോ. വെള്ളമല്ലേ? അല്ല, ദാഹിക്കുന്നു എന്ന് പറഞ്ഞ വേണ്ട. റോജിൻ, അല്ല, ഒരു കാര്യം, ഞാൻ കുടിച്ചോട്ടെ? സാറിന് ഇച്ചിരി വെള്ളം കൊടുക്കുക. സാറ് വെള്ളം കുടിച്ചോട്ടെ. സാറ് വെള്ളം കുടിച്ചോട്ടെ. ഞാൻ കുടിക്കണോ? എന്താ? വെള്ളം വേണോ? കൊടുത്തിട്ട് വെള്ളം കൊടുത്തോട്ടോ. വെള്ളം കുടിച്ചോ. വെള്ളം നല്ലതല്ലേ? വെള്ളം കുടിച്ചോ. വെള്ളം. ഓക്കെ. ഒരു കാര്യം ചെയ്യും, റോജിന് വെള്ളം കൊടുത്തേ.
റോജിനോട് കുഴപ്പമുണ്ടോ? വെള്ളം വേണോ? കുടിച്ചോ. ആ വെള്ളം കുടിക്കുക കേട്ടോ. വെള്ളം. പേരെന്താന്ന് പറഞ്ഞ? ജിഷ്ണുവിനെ നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? റിലാക്സ് ചെയ്തോ? കണ്ടിട്ടുണ്ടോ ഇയാളെ? ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടോ ഇയാളെ കാണുമ്പം? ഇയാളെ കുറിച്ച് എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും കാര്യം പെൺകുട്ടികളെ ശല്യപ്പെടുത്തുന്നോ കേട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലേ? അല്ലേ? ക്ഷയിക്കാൻ തരാമോ? ഇങ്ങനെ ഇറിറ്റേറ്റ് ഒരു ക്ഷയിക്കാൻ ഇറിറ്റേഷൻ ആയിരം തവണ കൂടുന്നു, റിയാക്ട് ചെയ്യാൻ തുടങ്ങുന്നു, കൈതട്ടി മാറ്റും, റിയാക്ഷൻ തുടങ്ങും, കൈതട്ടി മാറ്റും. ഒരു ക്ഷയിക്കാൻ്റെ ഒരെണ്ണം തന്നാ മതി. ക്ഷയിക്കാണ്ട് വരല് ക്ഷയിക്കാൻ്റെ ഒരെണ്ണം. ക്ഷയിക്കാൻ്റെ ഒന്നോ? ഞാൻ തൊട്ടോട്ടെ. ആ റോജിൻ എനിക്കും ഷേക്കാൻ തരുമോ? ഹായ്. എനിക്കൊരു ക്ഷയിക്കാൻ തന്നാൽ മതി. എല്ലാവർക്കും കൊടുത്തപ്പോ എനിക്ക് ഒരെണ്ണം തന്നൂടെ? ഒരെണ്ണം, വേണ്ട. ഒരെണ്ണം. ഓക്കെ, റോജിനോട് എന്നോ ഞാൻ ഇയാളെ ഇൻവിസിബിൾ ആക്കട്ടെ, ഇയാളെ കളയട്ടെ, തള്ളിക്കളയട്ടെ സ്റ്റേജിൽ. ശ്വാസം എടുത്തേ. ആൻഡ് സ്ലീപ് ഡീപ്പർ 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 ഡീപ്പർ. റിലാക്സ് 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 റിലാക്സ്. ഇവിടെ തന്നെ നിൽക്കണേ. ഓക്കെ. ചാവറമാട്രിമണി.com മീറ്റ് ദ മാസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചാവറമാട്രിമണി.com. റിലാക്സ് ചെയ്തു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? അല്ല ചോദിച്ചത്, നിങ്ങൾ പറ, എന്താ മനസ്സിലായത്? എന്താ മനസ്സിലായത്? ഇതൊക്കെ ഒരാളുടെ പെർസെപ്ഷൻ അല്ല. നിങ്ങളോട് ഒരാളുടെ ഗോസിപ്പ് വന്ന് എത്ര പേര് പറയാറുണ്ട്? ന്യൂസ് ചാനൽസ് ഇല്ലേ, ആൾക്കാരൊന്നും പറയാറില്ലേ അവൻ കൊള്ളില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങളുടെ മൈൻഡിൽ? അയാളെ പറ്റിയൊരു മോശമായ ഇത് നമുക്ക് റിലീജിയനോടില്ലേ, നമുക്ക് ചില റിലീജിയനെ കാണുന്ന ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്, ചില ടൈപ്പ് ഓഫ് ആൾക്കാരെ കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട്. അതാണ് ഇവിടെ ചെയ്തത് അല്ലേ? അപ്പൊ മൈൻഡിലേക്ക് നമ്മൾ എടുക്കുന്ന ഓരോ തോട്ട്സും നമ്മുടെ ലൈഫിനെ എത്രത്തോളം സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി നമുക്കിത് റിവേഴ്സ് ചെയ്താലോ? ഇപ്പൊ ദേഷ്യമല്ലായിരുന്നോ? നമുക്കൊരു പ്രണയം വർക്കൗട്ട് ചെയ്താലോ? പേരെന്താണ്? അനാമിക ഇസ് ഇൻ എ ഡീപ്പ് റിലാക്സേഷൻ. ദിസ് സജഷൻ ഇസ് ഓൺലി ഫോർ അനാമിക. അനാമിക നല്ലൊരു കുട്ടിയാണ്. അനാമിക ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവുന്നൊരു കുട്ടിയാണ്. അനാമിക കണ്ണ് തുറക്കുമ്പോൾ ഈ ഇവിടെയുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്, പക്ഷെ ഒരാളെ മാത്രം ഇടയ്ക്കിടയ്ക്ക് നോക്കും, ഒരാളെ മാത്രം ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കും. അത് റൈറ്റ് ടീഷർട്ട് ഇട്ട ജിന്നല്ല പേര്, ജിഷ്ണു. ഓക്കെ, റൈറ്റ് ടീഷർട്ട് ഇട്ട ജിഷ്ണുവിനെ ആയിരിക്കും. കാരണം ജിഷ്ണുവിനോട് നിങ്ങൾക്ക് ഭയങ്കരമായ ഒരു പ്രണയമുണ്ട് കേട്ടോ. ജിഷ്ണു ഇസ് എ വെരി സ്വീറ്റ് ഗൈ. കാരണം ജിഷ്ണുവിന്റെ ഫേസ് കണ്ടാൽ തന്നെ നമുക്കൊന്ന് ഉമ്മയല്ല പ്രേമിക്കാൻ തോന്നും. ഓക്കെ, ജിഷ്ണുവിന്റെ ഫേസ് കണ്ടാൽ തന്നെ നമുക്ക് പ്രേമിക്കാൻ തോന്നും. ജിഷ്ണു ഇവിടെ നിൽക്കുന്നതാണ്, അപ്പം മാക്സിമം ജിഷ്ണുവിനെ ഫോക്കസ് ചെയ്യാൻ നോക്കും. അപ്പം ജിഷ്ണു എന്നോട് പറയും, സർ എനിക്ക് വീട്ടിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്, ഞാൻ പോവാണ്, ബൈക്കിലാണ് പോകുന്നത്. ഓക്കെ, പക്ഷേ ജിഷ്ണു പോകുന്നത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല, കാരണം അത്ര ഇഷ്ടമാണ്, അത്ര സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അത്രയും നിങ്ങൾക്ക് അയാളെ ജീവനാണ്. യു ലവ് ഹിം 1,00,000 times. ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്, ജസ്റ്റ് നോഡ് യുവർ ഹെഡ്. യെസ്, വെരി ഗുഡ്. ജിഷ്ണു ഇസ് സോ ലവിങ്. ജിഷ്ണു ഒരു കാരണവശാലും ഇവിടുന്ന് വിടരുത് കേട്ടോ. ജിഷ്ണു കൂടെ നടന്നു പോയാൽ നിങ്ങൾ പുറകെ പോയി കൈ പിടിച്ചോണ്ട് നിങ്ങളുടെ കൊണ്ടുവരണം കേട്ടോ. എഴുന്നേപ്പിക്കാം. മടുത്തോ നിങ്ങൾ? ഓക്കെ അല്ലേ? ഓക്കെ, നിങ്ങളെ ഞാൻ ഹിപ്നോട്ടിസ് ആക്കാൻ പോവാണ്. നിങ്ങൾ പറയേണ്ടത് ഇത്ര മാത്രം. അനാമിക പറഞ്ഞേ, ഓൺ ദ കൗണ്ട് ഓഫ് 3 ഐ വോണ്ട് യു ടു ഓപ്പൺ യുവർ ഐസ്. എന്നിട്ട് 1 2 3 എണ്ണിയാൽ മതിയേ. നിങ്ങൾ ഒരുമിച്ച് ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, അനാമിക ഓൺ ദ കൗണ്ട് ഓഫ് 3 ഐ വോണ്ട് യു ടു ഓപ്പൺ യുവർ ഐസ്. ജിഷ്ണുവിന് ഒത്തിരി ഇഷ്ടം കേട്ടോ, ജിഷ്ണുവിന് ഒത്തിരി സ്നേഹിച്ചു കേട്ടോ. ജിഷ്ണു പോയാൽ പിടിച്ചു നിർത്തിക്കോണം കേട്ടോ. റെഡി, 1 2 3. അനാമിക പോരെ ഒന്നുകൂടെ ഒറ്റ കെട്ടോ. അനാമിക ഹായ് അനാമിക. ഹലോ, സുഖല്ലേ? ഒരു മിനിറ്റ്, ഞാൻ സംസാരിച്ചോട്ടെ. എങ്ങനെയുണ്ടായിരുന്നു അനാമിക? സ്ട്രേറ്റ് ആയിട്ടിരുന്നോ? റിലാക്സ്ഡ് ആയോ? വെള്ളം കുടിച്ചില്ലേ? ഓക്കെ അല്ലേ? ഓൾ ഓക്കെ? ഹൗസ് ലൈഫ് ഓക്കെ. ജിഷ്ണു എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹൗസ് ട്രാൻസ് എന്നൊക്കെ ഹൗസ് ട്രാൻസ് ചെറിയൊരു ചിരിയിലൊക്കെ മാറ്റം നല്ലതായിരുന്നോ?
പ്രണയം ഇങ്ങനെ നല്ല കണ്ണുകൾ നല്ല കാണാം. സംഭവമായിരുന്നില്ലേ? എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, ഹാപ്പി അല്ലേ? മൈക്ക് പിടിച്ചോ, അനാമിക മൈക്ക് പിടിച്ചോ. ഞാനെന്നാ പൊക്കോട്ടെ, എനിക്ക് വീട്ടിൽ പോകണം. അല്ല എനിക്ക് ബൈക്കിൽ പോകാനുള്ളതാ, എനിക്ക് വീട്ടിൽ പോകാനുള്ളതാ. അല്ല എനിക്ക് വീട്ടിൽ പോകണമെന്ന്. ഒരു മിനിറ്റ്. അനാമികക്ക് ഇത് ആരാന്നറിയാവോ? ജിഷ്ണു, അറിയില്ലേ? ജിഷ്ണുവിന്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട്? നല്ല ക്യാരക്ടർ. ശരിക്കും പറ, എല്ലാവരും കേക്കട്ടെ, 4 പേര് അറിയട്ടെ. നല്ല ക്യാരക്ടർ ആണല്ലേ? ജിഷ്ണുവിന് ഇവിടെ അത്യാവശ്യമായിട്ട് പോവാനുണ്ട്. എന്നോട് പെർമിഷൻ ചോദിച്ചു. ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ല പോയിട്ട് വരാന്ന്, പോട്ടേന്ന്, പോയിട്ട് വരാന്ന്. അല്ല ഒരു മിനിറ്റ്. ജിഷ്ണു അവിടെ പോയെന്നേ. ഞാൻ പേഴ്സണലായിട്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ തമ്മിൽ മാത്രം, വേറെ ആരും കേൾക്കുന്നില്ല. ജിഷ്ണുവിന് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടോ? ഉണ്ടല്ലേ? സോഫ്റ്റ് കോർണർ എന്ന് വെച്ചാൽ ഈ ഇഷ്ടം എന്നൊക്കെ പറയാൻ പറ്റുമോ? അതായത് ഈ പ്രണയം എന്ന് പറയാൻ പറ്റുമോ? എത്ര നാളായിട്ട് അറിയാം ജിഷ്ണുവിനെ? 2 വർഷം. 2 വർഷമായിട്ട് അറിയാവോ ജിഷ്ണു? 2 വർഷമായിട്ട് അറിയാവോ? 2 വർഷമായിട്ട് അറിയോ ജിഷ്ണുവിനെ? ആണോ? ജിഷ്ണു ബൈക്കിൽ പോകുമ്പം കൂടെ പോകാൻ ആഗ്രഹമുണ്ടോ? ശരി ജിഷ്ണു, എന്നാ ഓക്കെ. ഓക്കെ സർ, താങ്ക് യു. പോയിട്ട് വരാം. പോയിട്ട് നാളെ വരാം. ജിഷ്ണു ഒരു കൈവിട്ടെ, ഒരു സെക്കൻഡ്. ജിഷ്ണു കുറച്ചങ്ങ് നീങ്ങും. ഓരോ അടി വെക്കുന്തോറും നിങ്ങൾക്ക് വിഷമം വരും, കണ്ണ് നിറയാൻ തുടങ്ങും, ഇമോഷണലാവും, ഭയങ്കരമായിട്ട് വിഷമം വരും, കണ്ണാടി ഒരു തുടയ്ക്കാനൊക്കെ തോന്നും. ജിഷ്ണു പോവല്ലേ എന്ന് ഉറക്കെ പറയും. ജിഷ്ണു പോവാണ്. നാളെ വരാം. വേണ്ട. പോയിട്ട് വരാം. പോയിട്ട് വരാം. വേണ്ട. ദിപ്പോരാ. വേണ്ട. 5 മിനിറ്റ്, 4 മിനിറ്റ്. വേണ്ട. വേഗം വരാം. പോവണ്ട. ആ ശരി, എന്നാ പോകോ. ഓക്കെ പൊക്കോളം പറഞ്ഞു. വേണ്ട. പോയിട്ട് വരാം. വേണ്ട. പോവാട്ടോ. ശരി. അവിടെ ഇരുന്നോ. പോള. ജിഷ്ണു അടുത്തിരിക്കുന്നതാണോ ഇഷ്ടം അനാമിക? ജിഷ്ണുവിനെ ഭയങ്കര ഇഷ്ടമാണോ? എത്ര ഇഷ്ടമാണ് ജിഷ്ണുവിനെ? കൊറേന്ന് വെച്ചാ ആകാശം അത്ര, അതിലും കൂടുതൽ ആണോ? ജിഷ്ണു ഒരു ഗ്ലാസ് വെള്ളം തരോ? ഓക്കെ, വെള്ളം വേണ്ട. ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രിങ്ക് ഏതാണ് കുടിക്കാൻ? ജ്യൂസ്? ലെമൺ ജ്യൂസ്. ജിഷ്ണു ഒരു ലെമൺ ജ്യൂസ് കൊടുത്തേക്കാം. ലെമൺ ജ്യൂസ് മേടിക്കട്ടെ. ലെമൺ ജ്യൂസ് തരാൻ വേണ്ടിയാ. ഇതിൽ ഒത്തിരി പ്രണയമുണ്ട് കേട്ടോ, ഈ ലെമൺ ജ്യൂസിൽ ഒത്തിരി പ്രണയമുണ്ട്. അത് കുടിക്കുമ്പോൾ നല്ല റിഫ്രഷിംഗ് ആയിട്ട് തോന്നും. ലെമൺ ജ്യൂസ് കുടിച്ച് ഒരു സെക്കൻഡ്. മതി കുറച്ച്, ബാക്കി പകുതി ചേട്ടന്. ഓക്കെ, അപ്പൊ ഹൗ വാസ് ഇറ്റ്? പുളിപ്പ് കൂടുതലുണ്ടോ? ഇല്ല. മധുരം ഉണ്ടായിരുന്നോ? നല്ല മധുരം ഉണ്ടായിരുന്നോ? ഇതിന്റെ അകത്ത് വേറെ എന്തെങ്കിലും കാണുന്നുണ്ടോ? നാരങ്ങയുടെ കുരു കാണുന്നില്ലേ? എത്ര എണ്ണം ഉണ്ട്? 4 കുരു ഉണ്ട്. ഓക്കെ, പിന്നെ നാരങ്ങയുടെ മറ്റേ കുഞ്ഞു മറ്റേ പെറ്റൽസ് പോലത്തെ കുഞ്ഞു സാധനം കാണുന്നില്ലേ? ഇല്ലേ? ഇഷ്ടപ്പെട്ടോ? ഇത് കുടിച്ചപ്പോ എന്താ തോന്നിയേ? നല്ല ടേസ്റ്റ് അല്ലേ? കുറച്ചുകൂടെ കുടിച്ചോ. പച്ചവെള്ളം, നാരങ്ങ വെള്ളം കേട്ടോ, നാരങ്ങ വെള്ളം. ഇത്ര നല്ല നാരങ്ങളെ ലൈഫിൽ കുടിച്ചിട്ടുണ്ടോ? ഇല്ല. ഇത് ആരാ തന്നത്? ജിഷ്ണു. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം ജിഷ്ണു അവിടെ ഇരുന്നോട്ടെ അല്ലേ? ആ സീറ്റിൽ ഇരുന്നോട്ടെ അല്ലേ? സജഷൻ. ജിഷ്ണുനോട് നിങ്ങൾക്ക് ഭയങ്കര പ്രണയമാണ്, അതുകൊണ്ട് ജിഷ്ണു പോകുന്നില്ല. ജിഷ്ണു ഫസ്റ്റ് സീറ്റ് ഇരിപ്പുണ്ട്. നിങ്ങൾ കണ്ണുകൾ തമ്മിൽ നോക്കിട്ടോ, അവിടെ പോയിരുന്നു കേട്ടോ. നമുക്ക് ഷോ ചെയ്യണ്ടേ? അവിടെ ഇരുന്നോട്ടോ, ജിഷ്ണുവിനെ തന്നെ നോക്കിട്ടോ. ഓക്കെ ഇനി എന്നാന്ന് വെച്ചാല് ഗണ്ണ് കണ്ടിട്ടുണ്ടോ? ഗണ്ണ് ഇതൊരു സ്ലീപ്പ് ഗണ്ണാണ്. ഇത് ഞാൻ ഇങ്ങോട്ട് വെടി വെക്കുവാണെങ്കിൽ ബുള്ളറ്റ് എങ്ങോട്ട് പോവും? അവിടെ ഇടിക്കും, പിന്നെ ഇങ്ങോട്ട് വരും അല്ലേ? അപ്പോൾ അത് വന്ന് ഇടിച്ച പിന്നെ സ്ലീപ്പിലേക്ക് പോവില്ലേ? നമുക്കൊന്ന് വെടിവെച്ച് നോക്കാം അല്ലേ? നോക്കാം. ഓക്കെ, അപ്പൊ കൈ അടിക്കാം. അപ്പൊ
ഞാൻ ടോയ്സ് വെച്ച് കളിക്കുമല്ല, ഇത് ഹ്യൂമൻ ബ്രെയിൻ ആണ് അല്ലേ? ഇത്ര സിമ്പിളാണോ ഒരു മനുഷ്യനെ റീപ്രോഗ്രാം ചെയ്യാൻ, ഒരാളെ ദേഷ്യപ്പെടുത്താൻ, ഒരാളെ ഇഷ്ടപ്പെടുത്താൻ? അപ്പൊ അത്രയും പവർഫുൾ എന്താണ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്. നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇനിയും കാണണോ കാര്യങ്ങൾ, അതോ വൈൻഡ് അപ്പ് ചെയ്യണോ? മടുത്ത വീട്ടിൽ പോരായോ? പെട്ടെന്ന് രണ്ടു കാര്യങ്ങൾ നമുക്ക് നിർത്താം. ഓക്കെ ഓക്കെ. അപ്പൊ ഇവര് 5 പേരും ഏറ്റവും റിലാക്സ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇവിടെയാണ് ഞാൻ പറഞ്ഞത് മാത്തമാറ്റിക്സ് ടേബിൾ പഠിച്ചാൽ അവൻ നല്ല മാത്തമാറ്റീഷ്യൻ ആവും. ഓക്കെ, നമുക്കൊരു നല്ല സജഷൻ കൊടുക്കാം കേട്ടോ. അനാമിക, വെൻ യു ഓപ്പൺ യുവർ ഐസ്, ഓൺ യുവർ ലെഫ്റ്റ് സൈഡ് അല്ല, ഓൺ യുവർ റൈറ്റ് സൈഡ്, പൃഥ്വിരാജ് സുകുമാരൻ വിൽ ബി സ്റ്റാൻഡിങ് നെക്സ്റ്റ് ടു യു. നിങ്ങളുടെ യു ലൈക്ക് പൃഥ്വിരാജ് സുകുമാരൻ? ഇഷ്ടമാണോ? കാണാൻ ആഗ്രഹമുണ്ടോ? എക്സൈറ്റഡ് ആവുമോ? സെൽഫി എടുക്കുമോ? ഭയങ്കര ഫാനാണോ? യു ആർ എ ബിഗ് ഫാൻ ഓഫ് പൃഥ്വിരാജ് സുകുമാരൻ. നിങ്ങൾ കണ്ണു തുറന്ന് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആള് പൃഥ്വിരാജ് സുകുമാരനായിരിക്കും. റോജിനായിരിക്കും നിങ്ങളെ സ്ലീപ്പിൽ നിന്ന് എണ്ണിപ്പിക്കുക. പക്ഷെ നിങ്ങൾ കണ്ണു തുറക്കുമ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആള് പൃഥ്വിരാജ് സുകുമാരനായിരിക്കും കേട്ടോ. നോക്കാം. On the count of 3. റോജിൻ. ഇതാരാണ്? പൃഥ്വിരാജ്. എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? വാ, ഇവിടെ നിന്ന്. Come. വാ, ഇവിടെ നിന്ന് വാ. Hi. ഹായ് സാർ. How are you? ഫൈൻ. ഫൈൻ. Fine. എന്താ പേര്? അനാമിക. എന്റെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഏത് സിനിമ? എത്ര നാളത്തെ മതി കൈ കുഞ്ഞു. എത്ര നാളത്തെ ആഗ്രഹം കാണുന്നുള്ള? കുഞ്ഞുഞ്ഞോ? കുഞ്ഞുഞ്ഞോ സ്വപ്നക്കൂട്. അനാമിക, യു ക്യാൻ ടോക്ക്. ഫോട്ടോ എടുക്കണോ? സെൽഫി. എടുക്കണോ? എടുത്തോ, സെൽഫി എടുത്തോ. അനാമികക്ക് എന്റെ ആക്ടിങ്ങിനെ കുറിച്ച് അത് എടുക്കാം. ഞാൻ എന്നെ പറ്റി ചോദിക്കട്ടെ, എന്റെ ആക്ടിങ്ങിനെ പറ്റി എന്താണ് അനാമിക്ക് പറയാനുള്ളത്? നല്ല ആക്ടിംഗ് ആണ്. ആക്ടിംഗ് ആണ്. പിന്നെ ആരാണ് ഏറ്റവും ഫേവറേറ്റ് ഹീറോ ആരാണ്? അനാമിക്കയുടെ ഫേവറേറ്റ് ഹീറോ ആരാണ്? അനാമിക ഭയങ്കര ഫാൻ ആയിട്ടുള്ള ആരുടെ ആളാണ്? പൃഥ്വിരാജ്. പൃഥ്വിരാജ്. പൃഥ്വിരാജ് അല്ലേ? അപ്പൊ പിന്നെ ഞാൻ ആരാ? പൃഥ്വിരാജ്. അപ്പൊ എക്സൈറ്റഡ് അല്ലേ? ഞാൻ ഇവിടെ ഒരു ഇനാഗുറേഷനിൽ വന്നപ്പോ കയറിയതാ. ഹൗ ആർ യു? ഓൾ ഗുഡ്? യെസ്. ഓട്ടോഗ്രാഫ്? സാറിന്റെ ഒരു മൂവി ഞാൻ ഈ ഇടയ്ക്ക് ടിവിയിൽ കണ്ടായിരുന്നു. ഏത് മൂവി? ബ്രദർഹുഡ്. ഏതാ? ബ്രദേഴ്സ് ഡേ. ബ്രദേഴ്സ് ഡേ. അത് ഇറങ്ങിയിട്ട് കുറെ നാളായി. ഇപ്പഴാണോ അത് കാണുന്നത്? ഇല്ല, 5ാമത്തെ തവണ. 5ാമത്തെ അല്ലേ? 5ാമത്തെ തവണയോ? നല്ല പടോ. ഓക്കെ ഓക്കെ. ശരി, നമുക്കൊരു സെൽഫി എടുത്താലോ? ഹാപ്പിയാണോ? ഇവരോടൊക്കെ ഇവരോടൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ എന്നെ പറ്റി? ഒരു 2 വാക്ക് എന്നെ പറ്റി എന്തെങ്കിലും പറയുമോ? വളരെ നല്ല ആക്ടറാണ്, സുന്ദരനാണ്. നമുക്ക് സെൽഫി എടുക്കാം അല്ലേ? സെൽഫി എടുക്കണോ? ആഗ്രഹമുണ്ടോ? അല്ലെങ്കിൽ വേണമെന്നുണ്ടോ? വേണോ? ഓക്കെ, പെട്ടെന്ന് വേണം കേട്ടോ, എനിക്കിന്ന് പോണായിരുന്നു. എനിക്ക് ഫോട്ടോ ഒന്ന് സെൻഡ് ചെയ്ത് തരാമോ? അപ്പൊ എന്റെ നമ്പർ എന്റെ നമ്പർ വേണോ? ഞാൻ ആർക്കാനും കൊടുക്കാറില്ല. അല്ലാതൊരു ബുദ്ധിമുട്ടാവോ? ഇല്ല. എനിക്ക് ഇല്ല. നമ്പർ കൊടുക്കണോ? ഓക്കെ. 555 555 സേവ് ചെയ്ത പേരെന്താ? പൃഥ്വിരാജ്. ഫുൾ നെയിം? പൃഥ്വിരാജ് സുകുമാരൻ. ഓക്കെ ഓക്കെ. ഒരു കാര്യം ചെയ്ത് മതി. ഇതാരെ ഫോൺ അറിയാം? ഫ്രണ്ടിന്റെ അല്ലേ? ഫ്രണ്ട് നമ്പർ സേവ് ചെയ്തോളൂ കേട്ടോ. അവിടെ സേവ് ചെയ്തോളൂ കേട്ടോ. തരും. ഓക്കെ. ഇനി എന്താണെന്നറിയാവോ? ശ്വാസം എടുത്തേ, കാല് സ്ട്രോങ് ആയിട്ട് വെച്ചേ, കഴുത്തും തലയും മാത്രം. ചാവറമാട്രിമണി.com മീറ്റ് ദ മാസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചാവറമാട്രിമണി.com. പേര്? ദേവിക. ദേവികയ്ക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറഞ്ഞു. റെഡി?
ഓക്കെ, ഇദ്ദേഹം ഒരു ആഗ്രഹം പറഞ്ഞു, ഹിപ്നോട്ടിസം എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. ഞാൻ എന്തെങ്കിലും സംസാരിച്ചു ഇയാളോട്? ഞാൻ കണ്ണിലെല്ലാം നോക്കിയുള്ളൂ. ഇപ്പൊ ഇയാൾ ഇവരെല്ലാം കിടക്കുന്നതിന്റെ കാട്ടി ഏറ്റവും ഡീപ്പസ്റ്റ് സ്റ്റേജിലാണ്. ഇയാളുടെ കയ്യിലും കാലിലും ഒരു വേദനയില്ല. നമുക്കത് പ്രൂവ് ചെയ്യാൻ തീ കത്തിച്ച് നോക്കാം. ഓക്കെ ആണോ? ഓക്കെ. ഷി ഹാസ് നോ പെയിൻ അറ്റ് ഓൾ. ബോഡി ഓട്ടോ അനസ്തേഷ്യയിലേക്ക് പോയി. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ഷീ ഈസ് ഇൻ എ ഡീപ് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് വേർ ഷീ വിൽ എക്സ്പീരിയൻസ് നോ പെയിൻ അറ്റ് ഓൾ. നോ പെയിൻ. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സോ ദിസ് ലെഫ്റ്റ് ഹാൻഡ് ഈസ് ടോട്ടലി പെയിൻലെസ്. ഞാനൊന്ന് ഉള്ളി നോക്കുവാണേ. ദർ ഇസ് നോ പെയിൻ അറ്റ് ഓൾ. നോ പെയിൻ അറ്റ് ഓൾ. നോ പെയിൻ അറ്റ് ഓൾ. നിങ്ങളിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വന്ന് ഞുള്ളി നോക്കിക്കോ. ലെഫ്റ്റ് ഹാൻഡ് വന്ന് ടെസ്റ്റ് ചെയ്തോ. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ശരിക്കും പെയിൻ ഇല്ലാത്ത അവസ്ഥ വരുമോ? എക്സ്പീരിയൻസ് ചെയ്തോ? വേറെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? സംശയം 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 സാധാരണ കൈ തീക്കകത്ത് വെച്ച് എന്ത് പറ്റും? അപ്പം ഞാൻ ലൈറ്റർ എടുത്തു, കത്തിച്ചു. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ കേട്ടോ. ഇവരാരും ഉറക്കത്തിലൊന്നുമല്ല. കണ്ടോ? ഇവിടെ അടുത്ത് വന്നേ. സ്മെല്ലുണ്ടോ നോക്കി. ഫ്ലഷിൻ്റെ സ്മെല്ല് വരും ബേണായത് ഇല്ലേ? അപ്പോൾ ഞാൻ സജഷൻ കൊടുത്തേ. ഇപ്പോൾ എഴുന്നേപ്പം ചിലപ്പം പെയിൻ ചെയ്യും. ഈ കൈക്ക് ഒരു വേദന ഇല്ല കേട്ടോ. നാളെ രാവിലെ അല്ല നാളെ വൈകിട്ട് വരെ കൈക്ക് വേദന കാണത്തില്ല. നാളെ ഉച്ചക്കത്തേക്ക് ഇത് സെറ്റാവും. അപ്പോൾ നാളെ വൈകിട്ടത്തേക്ക് ഒന്നും പെയിനേ കാണത്തില്ല കേട്ടോ. ദേവിക രാജ് ഏറ്റവും റിലാക്സ്ഡ് ആണ്. പെയിനൊന്നും ഇല്ല. ഭയങ്കര ആഗ്രഹത്തോടെ വന്ന. ഇനി നമ്മുടെ നോൺ വെർബൽ സജഷൻസ് ഇവരെടുക്കുന്ന കാണണോ? കാണിക്കേ. സോറി കേട്ടോ, ഇങ്ങനെ നിൽക്കേണ്ട സ്റ്റേജിൽ സ്ഥലമില്ല. സ്റ്റക്ക് സ്റ്റക്ക് നമുക്ക് ഒരാൾക്ക് ബോധത്തോടെ ഇങ്ങനെ എത്ര നേരം കിടക്കാൻ പറ്റും? നിങ്ങൾ വീട്ടിൽ പോയി നോക്ക് കേട്ടോ. ട്രൈ ചെയ്ത് നോക്ക്. ഇത് മണിക്കൂറോളം കിടന്നോളും. ഇപ്പം നോൺ വെർബലായിട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ദേവിക എണ്ണിപ്പിക്കാം അല്ലേ? ദേവിക, ദിസ് ടൈം when I count from 1 to 3 you can open your eyes. You can lift your head but your body is completely stuck. 1 2 3 open your eyes. Get up. ദേവിക, ഫ്രഷ് ആയില്ലേ? The body is completely stuck to the ground. You cannot get up. Try to get up. You cannot. എഴുന്നേക്കാൻ നോക്ക്, പറ്റില്ല. ഒട്ടി 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 ചേർന്നിരിക്കുന്നത്. രണ്ട് കാലും ഒട്ടി ഒട്ടി പറ്റില്ല, എഴുന്നേക്കാൻ പറ്റില്ല. ഓക്കെ, 1 2 3 എഴുന്നേറ്റ് കേട്ടോ. ഓക്കെ, ദേവിക എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എന്താ ഓർമ്മയുള്ളത്? കിടത്തിയതോ? കിടത്തി. പിന്നെ 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 ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തോന്നി. എന്ത്? കത്തി. എവിടെയാ തോന്നിയത്? എവിടെയാ തോന്നിയത്? കയ്യിലോട്. ഇപ്പൊ വേദന വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ആ സമയത്തല്ലേ തോന്നിയത്? ഇപ്പൊ പെയിൻ ഒന്നും ഇല്ലല്ലോ. ഇല്ല അല്ലേ? ചാവറമാട്രിമണി.com മീറ്റ് ദ മാസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചാവറമാട്രിമണി.com. എത്ര നേരം ഇവർ കിടക്കാൻ തുടങ്ങിയിട്ടല്ലേ? അപ്പൊ ഇവർക്ക് നമുക്ക് എന്താ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുക? നമ്മൾ ഒരാൾ ട്രാൻസിൽ പോയാൽ അയാൾക്ക് കൊടുക്കാവുന്നതിന്റെ മാക്സിമം പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക കേട്ടോ. ഈ കമൻസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ലൈഫിൽ എപ്പോഴും സക്സസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഓരോ മിനിറ്റും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യും. നിങ്ങൾ പഠിത്തത്തിലൊക്കെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും. നിങ്ങളുടെ ഫിറ്റ്നസ്, നിങ്ങളുടെ പഠിത്തം, നിങ്ങളുടെ ഫാമിലി ലൈഫ്, നിങ്ങളുടെ സോഷ്യൽ ലൈഫ് ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കും. നിങ്ങൾ മറ്റുള്ളവരെ കെയർ ചെയ്യാനും സ്വന്തം കാര്യം നോക്കാനും നിങ്ങൾ എല്ലാവരും പ്രാപ്തരായിരിക്കും. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നിങ്ങളൊരു ബീച്ചിൽ കിടന്നുറങ്ങിയ പോലെ ഒരു 8 മണിക്കൂർ കിടന്നുറങ്ങി ആ ഉറക്കത്തിൽ നിന്ന് പുറത്തേക്ക് വരും. നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്നത് ഞാനായിരിക്കില്ല, ഈ ചുറ്റിനിരിക്കുന്ന എല്ലാവരും ആയിരിക്കും. ഞാനിവിടെ ഒരുമിച്ച് കൗണ്ട് ചെയ്യാം. ഓൺ അക്കൗണ്ട് ഓഫ്
Ready? 1, 2, 3. On a count of 3. നിങ്ങൾക്ക് എണ്ണിപ്പിക്കണ്ടേ ഇവരെ? പോണ്ടേ? On the count of 3. You all will open your eyes. Count ചെയ്തോ. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം അവർക്ക് വേണ്ടി. ഈ ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം മൈൻഡിലോട്ട് വന്നൊരു മൂവിയാണ് ഈ 7ാം അറിവ് മൂവി. അതിൽ സൂര്യയും ആ വില്ലനുമായിട്ടൊരു ഫൈറ്റ് സീനിൽ ഒരാളുടെ കണ്ണിലേക്ക് നോക്കി അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഐ മീൻ ഇപ്പോൾ ഒരു നോളജ് ഒരാൾക്ക് ഒരു 10 പേർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 9 പേരും നല്ല കാര്യത്തിന് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരാൾ എന്തായാലും നെഗറ്റീവായിട്ട് യൂസ് ചെയ്യും. ഇപ്പോൾ ഹിപ്നോട്ടിസം പഠിച്ചു കഴിയുവാണെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ട് യൂസ് ചെയ്യലോ അങ്ങനെ അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ച് ഇന്ന കാര്യങ്ങൾ അയാളെ ഒന്ന് സറണ്ടർ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ചോദ്യത്തിൽ എന്താ, ഞാൻ ഹിപ്നോട്ടിസം പഠിച്ച എനിക്ക് വേറെ ആളെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലേ? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എനിക്ക് എന്തും ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ആക്ച്വലി ഹിപ്നോസിസ് ഇസ് നോട്ട് മൈൻഡ് കൺട്രോൾ അല്ലേ? ഞാൻ പറഞ്ഞു എവറി ഹിപ്നോസിസ് ഈസ് സെൽഫ് ഹിപ്നോസിസ്. മറ്റൊരാളുടെ അനുവാദം ഇല്ലാതെ നമുക്ക് അയാളെ ഹിപ്നോട്ടൈസ് ചെയ്യാനോ അയാളുടെ ഒരു നമ്മൾ ഇറ്റ്സ് എൻ എഗ്രിമെന്റ്, ഇറ്റ്സ് എ കോൺട്രാക്ട്. അപ്പോൾ അയാളുമായിട്ട് നമ്മളൊരു ഇതിലേക്ക് എത്തുന്നു. പിന്നെ അത്രയും പ്രോ ലെവലിലേക്ക് എത്തിയ ഒരാൾക്ക് വേണമെങ്കിൽ ഇതിനെ മിസ്യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഹിപ്നോസിൻ്റെ വർക്ക്ഷോപ്സ് ചെയ്യാറുണ്ട്. വർക്ക്ഷോപ്സിൽ പഠിപ്പിക്കുന്ന നമ്മൾ ഇച്ചിരി ഫീസ് കൂട്ടിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത്രയും നീഡഡ് ആയിട്ടുള്ള ആളെ പഠിക്കാൻ വരുള്ളൂ. കാരണം ഇത് റോങ് ഹാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിനെ മിസ്യൂസ് ചെയ്യാം. ഒരു കത്തി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ആപ്പിൾ കട്ട് ചെയ്യാം, ഒരാളെ കൊല്ലാം അല്ലേ എന്ന് വിചാരിച്ചാൽ നമ്മൾ കത്തി ഉപയോഗിക്കാതിരിക്കുമോ? ഇല്ല. അപ്പം എല്ലാ സാധനവും നമ്മുടെ ലൈഫിൽ എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. നമ്മൾ ഹിപ്നോസിസിന് വിധേയമാകുമ്പോഴോ അല്ലെങ്കിൽ ഹിപ്നോസിസ് നമ്മൾ ചെയ്യുമ്പോഴോ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇതിനെ മിസ്യൂസ് ചെയ്യുമ്പം യെസ് ദർ ഈസ് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, നല്ല ഹാൻഡ്സിൽ ചെന്നില്ലെങ്കിൽ. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. ഇനി ആരാ ഉള്ളേ? ചോദിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ടീച്ചേഴ്സിന് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ ചോദിക്കാൻ? ചാവറമാട്രിമണി.com മീറ്റ് ദ മാസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചാവറമാട്രിമണി.com. ഓക്കെ സർ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എനിക്ക് പറഞ്ഞു ചോദിക്കാമല്ലോ. വാഴ, ഓക്കെ, വാഴ അറിയാലോ. വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മുകളിൽ നിന്ന് താഴെ വരെ നമുക്ക് ഗുണമുള്ളൊരു വൃക്ഷമാണ് ഈ വാഴ എന്ന് പറയുന്നത്. ഒരു പണിക്കും പോവാതെ വെറുതെ കാലുമേ കാലും കയറ്റി സോഫയെ കിടന്ന് ഫോൺ നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? വാഴ. അപ്പോൾ ഇത്രയും ഗുണമുള്ളൊരു സാധനത്തിൻ്റെ ഒരു പേര് ഒരാളോട് ഇടുന്ന ഒരു കോൺസെപ്റ്റിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പം ഞാൻ പറയുന്നത് ഈ കിടക്കുന്ന വാഴയെ ജഡ്ജ് ചെയ്യാനായി വേറെ പല ആൾക്കാർ വരും, അവരെ നമുക്ക് വാഴ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ജഡ്ജിങ് ഒരു മെൻറ്റാലിറ്റി ആണല്ലോ. ഇവനിങ്ങനെ കിടക്കുകയാണ്, അവനെ ജഡ്ജ് ചെയ്തേക്കാം പറയുമ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് അത്രയും കൂടി ക്വാളിഫിക്കേഷൻ ഉണ്ടാവാത്ത ഒരാളായിരിക്കും. അപ്പോൾ ഈ ഒരു മെൻറ്റാലിറ്റി നമുക്ക് നമ്മുടെ മനസ്സിലുള്ളൊരു കാര്യമാണല്ലോ, നമ്മുടെ ഒരു മെൻറ്റൽ സ്റ്റേജാണ്. ഇതെങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും? ലൈക്ക് അയാളെ നല്ല രീതിക്ക് പറഞ്ഞു കൊണ്ടുവന്ന് എനിക്ക് സാധിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് പുള്ളിയിൽ കൊണ്ടുവന്ന് അയാളുടെ ലൈഫ് ഇച്ചിരി ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുമോ? ആദ്യമായിട്ട് എൻ്റെ ഒരു പുതിയ ഇൻഫർമേഷൻ ആട്ടോ വാഴ. വാഴ എന്നുള്ള വേർഡ് എൻ്റെ ഒരു പുതിയ ഇൻഫർമേഷനാണ്. ഓക്കെ, ഹിപ്നോസിസിൽ നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് നമുക്കൊരാളെ മാറ്റിയെടുക്കാൻ പറ്റൂ എന്നല്ല ക്വസ്റ്റ്യൻ്റെ. നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരുടെ എന്തെങ്കിലും ഒരു ലൈഫ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ ചെറുതായി നല്ല രീതിക്ക്? ഓക്കെ, നമുക്ക് ഈ ട്രാൻസ് സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഈസ് ഓൾ റെഡി ഫോർ അക്സെപ്റ്റിംഗ് സജഷൻസ്. അതായത് നമ്മൾ എന്ത് സജസ്റ്റ് ചെയ്യുന്നോ അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ് ട്രാൻസ് സ്റ്റേറ്റ്. ചാവറമാട്രിമണി.com മീറ്റ് ദ മാസ്റ്റേഴ്സ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചാവറമാട്രിമണി.com. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.